ആത്മീയ കഥകളുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഏവർക്കും ശുഭം നേരുന്നു. ഇന്നത്തെ വിഷയം അജ്ഞാനിയാകരുത് എന്നാണ്. ജ്ഞാനവിജ്ഞാനങ്ങളുടെ പടവുകൾ ഓരോന്നും ഭഗവത്ഗീത പറയുന്നത് പോലെ നാം ഔന്നത്യത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 8-ാം പടിയിൽ പറയുന്നു അജ്ഞാനിയാകരുത് എന്ന്. ജ്ഞാനകർമ്മ സന്യാസം യോഗം എന്ന അധ്യായത്തിൽ ഭഗവാന്റെ ഒരു പ്രസ്താവനയോടുകൂടി ആണ് ആരംഭം. ഇമം വിവസ്വതേ യോഗം പ്രോക്തവാനഹമവ്യയം വിവസ്വൻ മനവേ പ്രാഹ മനുരിക്ഷ്വാകവൈ ബ്രവീത്. ഈ യോഗം, ശാശ്വതമായ ഈ യോഗം ഞാൻ ആദ്യമായി വിവസ്വാന് ഉപദേശിച്ചു. വിവസ്വാൻ എന്നാൽ സൂര്യൻ. വിവസ്വാൻ മനുവിന് ഉപദേശിച്ചു. മനു ഇക്ഷ്വാകുവിനും ഉപദേശിച്ചു. പിന്നീട് അത് നമുക്കറിയാം, സൂര്യവംശത്തിൻ്റെ കഥയാണ് പറയുന്നത്. വിവസ്വാൻ സൂര്യനാണ്, സൂര്യവംശത്തിൻ്റെ കഥയാണ്. മനുവിൽ നിന്ന് ഇക്ഷ്വാകു വംശം വരുന്നു. പിന്നീട് രഘുവംശമായിട്ട് വരുന്നുണ്ടത്. ഏറ്റവും ശക്തനായ രാജാക്കന്മാരുടെ കാര്യങ്ങളിലാണ് ആ വംശപരമ്പര വരുന്നത്. ആ പരമ്പരയിൽ ദിലീപനും ശ്രീരാമനും ഒക്കെ വരുന്നു. ശ്രീരാമനാണ് ഏറ്റവും തിളക്കമാർന്ന ഒരു രാജാവായിട്ട് നാം കാണുന്നത്. എന്നാൽ അതിനുശേഷവും പിന്നെ രാജപരമ്പര വരുന്നു. അവരിലൂടെ ഈ യോഗം, ഈ മഹത്തായ ജ്ഞാനം വളരെ പതുക്കെ പതുക്കെ ക്ഷീണിതമായി തീർന്നു. അത് നാശോന്മുഖമായി തീർന്നു. ഇപ്പോൾ നിനക്ക് ആ നാശം ഇല്ലാത്ത യോഗത്തെ നിനക്ക് ഞാൻ ഉപദേശിക്കാൻ പോവുകയാണ് അർജുന. നീ എൻ്റെ ഉറ്റ മിത്രവും സുഹൃത്തും ആണ്. സഖാവേ എന്നാണ് ഭഗവാൻ അർജുനനെ വിളിക്കുന്നത്. സഖാവേ, സ്നേഹിത എന്നുള്ളതാണ് അർത്ഥം. ഈ ഒരു തവണ മാത്രമല്ല, പിന്നീടും സഖ എന്നുള്ള പ്രയോഗമുണ്ട്. അതായത് ഭഗവത്ഗീതയിലാണ് ആദ്യമായി സഖാവ് എന്നൊരു പദം വരുന്നത്. ഇന്നത്തെ അർത്ഥമല്ല അതിനുള്ളത്. ഉത്തമമായ സുഹൃത്ത് എന്നാണ്. ഇന്നതൊക്കെ ക്ഷീണിച്ചു പോയി, നശിച്ചു പോയിരിക്കുന്നു അതിൻ്റെ ബലം. അതുപോലെ ആ യോഗത്തിൻ്റെ ബലവും ഞാൻ നിനക്ക് ഉപദേശിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അർജുനന് വിഷമമായി. ഇതെന്താണ് ഞാൻ കേൾക്കുന്നത്? ഉടനെ അടുത്ത ചോദ്യം ഇതാണ്, അല്ലയോ കൃഷ്ണ, ഞാൻ അത്ഭുതപ്പെടുകയാണ്. അങ്ങും ഞാനും ഏതാണ്ട് ഒരേ കാലത്താണ് ഇവിടെ ജീവിച്ചിരിക്കുന്നത്. അതേസമയത്ത് അങ്ങ് പറയുന്നു ഞാൻ വളരെ പണ്ട് വിവസ്വാന്, സൂര്യന് യോഗം ഉപദേശിച്ചു എന്ന്. ഇതെങ്ങനെ എനിക്ക് വിശ്വസിക്കാൻ കഴിയും അവിടെ നിന്ന് പറഞ്ഞാലും? അങ്ങനെ ഉള്ള ചോദ്യം വന്നപ്പോൾ ഭഗവാനൊന്ന് ചിരിച്ചു. അർജുന, നീ അറിയുന്നില്ല, ഞാൻ അറിയുന്നു. നിന്നേക്കാൾ മുൻപ് ഞാൻ ജനനമരണങ്ങൾക്ക് അതീതനായ ഞാൻ അവതരിച്ചിട്ടുണ്ട് ഭൂമിയിൽ പലപ്പോഴും. അത് ധർമ്മരക്ഷയ്ക്ക് വേണ്ടിയാണ്. എനിക്കതറിയാം, പക്ഷെ നീ അറിയുന്നില്ല. ഈ അറിവില്ലായ്മയാണ് നിന്നെക്കൊണ്ട് ഈ ചോദ്യം ചോദിക്കുന്നത്. ശരിയാണ്, അറിവില്ലായ്മയിൽ നിന്നാണല്ലോ ചോദ്യങ്ങൾ ഉത്ഭവിക്കുന്നത്. ആ ചോദ്യത്തിന് ഉള്ള ഉത്തരമായിട്ട് പിന്നീട് അദ്ദേഹം വീണ്ടും ജ്ഞാനം പറഞ്ഞു കൊടുക്കുന്നു കൃഷ്ണൻ. അതിലൊന്നാണ് 13-ാം ശ്ലോകത്തിൽ വീണ്ടും ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ തസ്യ കർത്താരമപി മാം വിദ്യ കർത്താരമവ്യയം. വളരെ പ്രസിദ്ധമായൊരു ശ്ലോകമാണ്. ഇത് വളരെയേറെ വിവാദങ്ങളുണ്ടാക്കിയിട്ടുള്ളതും തർക്കങ്ങൾക്കിടയാക്കിയിട്ടുള്ളതുമാണ്. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം, ഞാനാണ് 4 വർണ്ണങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഗുണകർമ്മ വിഭാഗശ എന്ന് 2-ാമത്തെ വരിയിൽ പറയുന്നുണ്ടെങ്കിലും അത് പലരും എടുക്കുന്നില്ല. ജാതി ചിന്ത അല്ലെങ്കിൽ ജാതി തിരിക്കൽ അന്ന് നടന്നു എന്നാണ് ആക്ഷേപം.
വാസ്തവത്തിൽ ഗുണകർമ്മ വിഭാഗശ എന്ന ഭാഗം കൂടി എടുത്താലേ അത് പൂർണ്ണമാവുള്ളൂ. എന്താണ് കർമ്മത്തിൻ്റെ ഗുണമനുസരിച്ചാണ് ഈ വിഭാഗം തിരിച്ചിരിക്കുന്നത്. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നിങ്ങനെയാണ് തിരിവ്. ബ്രഹ്മത്തെ അറിയുന്നവൻ, അറിവ് പകരുന്നവൻ, അറിവ് നേടുന്നവൻ, ഇവരൊക്കെയാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്ഷത്രിയൻ ജനങ്ങളെ രക്ഷിക്കുന്നവൻ, ക്ഷതത്തിൽ നിന്ന് രക്ഷ നൽകുന്നവൻ ക്ഷത്രിയരാകുന്നു. വ്യാപാരവും കൃഷിയും നടത്തുന്നവരാണ് വൈശ്യർ. അവരെല്ലാം സഹായിക്കുന്നവർ ശൂദ്രരും. ഇങ്ങനെ ഒരു വിഭാഗമാണ് അതുള്ളത്. എന്നാൽ ആ ഗുണകർമ്മ വിഭാഗശ വിട്ടുകൊണ്ടാണ് തർക്കങ്ങൾ പലപ്പോഴും വരുന്നത്. വാസ്തവത്തിൽ ഇന്നത്തെ സമൂഹത്തിലേക്ക് നോക്കൂ. ഗുണകർമ്മ വിഭാഗം അനുസരിച്ച് നാം എത്രയെത്രയോ തരങ്ങൾ തിരിക്കുന്നുണ്ടല്ലോ. ഇതിനേക്കാൾ അന്നത്തെ നിലവാരത്തിൽ കൃഷിയും വ്യാപാരവും രാജ്യരക്ഷയും അറിവും മാത്രമായിരുന്നു. പക്ഷേ ഇന്ന് അതല്ല. ഇന്ന് അനേകം തരങ്ങളുണ്ട്. ഓരോരിടത്തും പലതരത്തിലുള്ളതായ വിഭാഗങ്ങൾ തിരിക്കുന്നു. മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, ഭാഷയുടെ പേരിൽ, വരുമാനത്തിൻ്റെ കാര്യത്തിൽ. എന്തിന് നമുക്കുള്ള എത്രയെത്രയോ കാർഡുകൾ തന്നെ എന്തെല്ലാം നിറങ്ങളിലാണ്, വർണ്ണങ്ങൾ നോക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിലും. പക്ഷേ ആ വിഭാഗങ്ങളെല്ലാം ഗുണകർമ്മങ്ങൾ തിരിച്ചിട്ടാണ്. ഗുണകർമ്മ വിഭാഗം എവിടെയും എല്ലാ കാലത്തും അത് ഉണ്ടായേ പറ്റുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പോൾ ആ തർക്കങ്ങൾക്ക് ഇവിടെ സ്ഥാനമില്ല. ബ്രഹ്മത്തെ അറിയുക, അറിവാണ് ഏറ്റവും വലുത്. അറിവിന് അതുകൊണ്ട് ബ്രാഹ്മണനാവുന്നു. ചണ്ടാല ഇപ്പോൾ വേദവ്യാസൻ എന്ന് പറയുന്ന മഹർഷി, അദ്ദേഹം മുക്കുവ കുടുംബത്തിൽ, മുക്കുവത്തിയുടെ മകനായിട്ടാണ് ജനിച്ചത്. അപ്പോൾ അവിടെ ജാതി വ്യവസ്ഥയില്ല. അദ്ദേഹം പരമജ്ഞാനിയാണ്, ബ്രഹ്മത്തെ അറിഞ്ഞ ആളാണ്. അത്തരത്തിലുള്ളതായ എത്രയോ കഥാപാത്രങ്ങൾ ഭാരതത്തിലുണ്ട്. അപ്പോൾ അതല്ല, ജാതി ചിന്തയല്ല, എല്ലാം ഒന്നാണെന്നുള്ളതായ സങ്കല്പം മാത്രമേ ഭഗവത്ഗീതയാകട്ടെ ഭാരതമാകട്ടെ നമുക്ക് മുന്നോട്ട് വയ്ക്കുന്നുള്ളൂ. എല്ലാത്തിനെയും ഒരുപോലെ കാണണം. സമത്വം യോഗ ഉച്യതേ എന്ന് ഭഗവത്ഗീതയിൽ തന്നെ ഒരിടത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഈ ചാതുർവർണ്ണയോ വർണ്ണത്തിരിവോ ഒന്നും പ്രശ്നമല്ലല്ലോ. സമത്വം യോഗ ഉച്യത എന്നുള്ള ഒരൊറ്റ കാര്യത്തിൽ എല്ലാം പൂർണ്ണമായില്ലേ. അപ്പോൾ ഇവിടെ ജാതി കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു ചിന്ത നമുക്ക് ഇവിടെ ശ്രദ്ധേയമാണ്. ഇത്തരത്തിൽ അജ്ഞാനം മാറ്റിയെടുക്കണം, ജ്ഞാനം തെളിയണം. അജ്ഞശ്ച ശ്രദ്ധാനശ്ച സംശയാത്മാ വിനശ്യതി നായം ലോകോസ്തി ന പര ന സുഖം സംശയാത്മന എന്ന മറ്റൊരു ശ്ലോകം. ഇത് 4-ാം അധ്യായത്തിലെ 40-ാം ശ്ലോകമായിട്ടാണ് വരുന്നത്. അജ്ഞന്മാർക്ക്, അശ്രദ്ധയുള്ളവർക്ക് സംശയാത്മാ വിനശ്യതി, അവർ സംശയാലുക്കളായിത്തീരും. സംശയാത്മാക്കളായവർ നാശത്തെ പ്രാപിക്കുകയും ചെയ്യും. നായം ലോകോസ്തി ന പര, അവർക്ക് ഈ ലോകത്തിലും പരലോകത്തിലും സുഖം കിട്ടുകയില്ല. നാ സുഖം സംശയാത്മന, സംശയാത്മാക്കളായവർക്ക് സുഖവും ഉണ്ടാവുകയില്ല. ഇത് ജ്ഞാനത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഭഗവാൻ പറയുന്ന ഏറ്റവും പ്രിയപ്പെട്ട വാക്കുകളാണ്. ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ വെളിവാക്കുന്നത് ജീവിതം പ്രകാശപൂർണ്ണമാകണമെങ്കിൽ ജ്ഞാനം നേടിയേ പറ്റുള്ളൂ. അതിന് സമർപ്പണം ആവശ്യമാണ്. ഈ ഭക്തന് ഭഗവാൻ ഉപദേശിച്ചു കൊടുക്കുന്നത് തന്നെ കാണുക, എല്ലാത്തിലും സമത്വം യോഗ ഉച്ചത എന്ന രീതിയിൽ കാണുക. അത് വർണ്ണവിഭാഗങ്ങൾക്കൊക്കെ അതീതമാണ് എന്ന ഒരു സത്യത്തെ ഭഗവാൻ അർജുനന് വെളിപ്പെടുത്തി കൊടുക്കുന്നു. സഖേ എന്ന് വിളിച്ചുകൊണ്ട്, സുഹൃത്തെ എന്ന് വിളിച്ചുകൊണ്ട്. ആ ശാശ്വതമായ യോഗത്തിന് നാശമില്ല, അത് നിന്നിലൂടെ വളരട്ടെ എന്നാണ് ഭഗവാൻ പറയുന്നത്. അജ്ഞാനനാശനം ഗുണകർമ്മധാരണം അവിനാശിയം കൃഷ്ണഗീതയുണ്ടൻ വശം എന്ന് നമുക്കൊക്കെ പറയുവാൻ സാധിക്കട്ടെ. ആത്മീയ കഥകളുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയവുമായി കാണും വരെ ഏവർക്കും നമസ്കാരം.